ഹേ ഗൈസ്, ദിസ് ഇസ് ബെസ്റ്റ് കാർപിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടാറ്റ പഞ്ചിന്റെ എനിക്ക് അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് തോന്നുന്ന വേരിയന്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഇതിലും താഴെ നിൽക്കുന്ന പ്യുവർ പ്ലസ് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതിന്റെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മിഡിൽ വേരിയന്റിനെ പറ്റിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടുമിക്ക എല്ലാ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ്, ടർബോ പെട്രോളിന് സ്റ്റാർട്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വേരിയന്റ് ചൂസ് ചെയ്തത്. പിന്നെ നമുക്ക് അത്യാവശ്യം 5-6 കളേഴ്സിന് മുകളിൽ ഈ ഒരു വേരിയന്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ താഴത്തെ വേരിയൻസിലെ കളേഴ്സ് കുറച്ച് ലിമിറ്റഡ് ആണ്. പുതിയ കളേഴ്സൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ പോലെ അവൈലബിൾ ആണ്. ഏതായാലും എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ എക്സ്റ്റീരിയറിൽ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് DRLs ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ തൊട്ട് മുകളിൽ നിൽക്കുന്ന അക്കംപ്ലിഷിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് LED DRLs കിട്ടും. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും LED ആവും. ഇതിൻ്റെ അകത്ത് പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഹാലജൻ ബൾബാണ്. അതുപോലെ പാർക്ക് ലൈറ്റും ഹാലജൻ ബൾബാണ്. DRLs വരുന്നില്ല. അതും കൂടെ കൊടുത്തിരുന്ന വണ്ടി പെർഫെക്റ്റ് ആണ് ഈ അഡ്വഞ്ചർ വേരിയന്റ്. ഏതായാലും LED ഹെഡ് ലാംപ്സ് ഒക്കെ നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് നമുക്ക് ഈ ഒരു മോഡലും ഇതിൻ്റെ താഴത്തെ വേരിയന്റ്, അതായത് പ്യുവർ പ്ലസിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അതും കാണാൻ അത്യാവശ്യം നല്ലതാണ്. ഇനി സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ വീൽസ് ആയിരിക്കും. നമുക്ക് താഴെയുള്ള വേരിയൻസിലല്ല, ഇപ്പോൾ പ്യുവർ ആയിക്കോട്ടെ, പ്യുവർ പ്ലസ് ആയിക്കോട്ടെ, സ്മാർട്ട് പിന്നെ പറയണ്ട, അതിൽ വീൽ ക്യാപ്പ് ഇല്ല. പ്യുവറിലും പ്യുവർ പ്ലസിലും നമുക്ക് ജസ്റ്റ് വീൽ ക്യാപ്പ്, അതായത് ഒരു ജസ്റ്റ് ബ്ലാക്ക് കളർ ക്യാപ്പ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ കുറച്ചും കൂടെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസ് എന്നാണ് ടാറ്റ വിളിക്കുന്നത്. നിങ്ങൾക്ക് അലോയ്സ് വേണമെന്നുണ്ടെങ്കിൽ അക്കംപ്ലിഷിലോട്ട് തന്നെ പോകണം. അതിൻ്റെ അകത്ത് നമുക്ക് 16 ഇഞ്ച് കിട്ടും. ഇത് പക്ഷേ സംഭവം 15 ഇഞ്ചാണ്. ടയറിൻ്റെ സൈസൊക്കെ സെയിം ആണ്. 185/70 R15s ആണ് ടയർ സൈസ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തെ ഡിസൈൻ, അതായത് അകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റീൽ വീൽസിൻ്റെ ഡിസൈൻ ഏകദേശം നമ്മുടെ ഈ വീൽ ക്യാപ്പ് പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇത് വെക്കുകയാണെങ്കിൽ ഒരു അലോയുടെ ഡിസൈൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇനി വേറെ അലോ ഇടണം എന്നുണ്ടാവില്ല. അതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. 15 ഇഞ്ച് ആണെന്നുള്ളത് ഒഴികെ വേറെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ORVMs നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ORVMs ഈ ഒരു മോഡൽ പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്യുവർ പ്ലസ്സിലുണ്ട്. പക്ഷേ പ്യുവർ പ്ലസ്സിൽ ഈ കാണുന്ന താഴത്തെ സാധനം ഉണ്ടല്ലോ, 360 ഡിഗ്രി ക്യാമറയുടെ ക്യാമറ, അത് കിട്ടില്ല. നമുക്ക് അഡ്വഞ്ചർ വേരിയന്റ് മുതൽ ടാറ്റ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പ്യുവർ പ്ലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കിട്ടും. അതിൻ്റെ താഴത്തുള്ള 2 വേരിയന്റിലും ക്യാമറ ഇല്ല. ഇൻഫാക്ട് അതിൻ്റെ താഴത്തുള്ള 2 വേരിയന്റിലും ഇൻഫർടൈൻമെന്റ് സിസ്റ്റമേ വരുന്നില്ല. പിന്നെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷാർക്ക് ഫിൻ ആൻറ്റിന കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇനി അഡ്വഞ്ചർ S ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രിക് സൺറൂഫ്, അതായത് സിംഗിൾ പെൻ സൺറൂഫ് വരും. പിന്നെ റൂഫ് റീൽസ് വരും. അതുപോലെ നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റിന ഓൾറെഡി ഉണ്ട്. അതിന് പുറമെ നമ്മുടെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സും സാധനങ്ങളൊക്കെ വരും. അത് സ്ഥിരമായിട്ട് ടാറ്റ കൊടുക്കുന്നതാണ്. ഇനി റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് LED ടെയിൽ ലാംപ്സ് അവൈലബിൾ അല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ അക്കംപ്ലിഷിലോട്ട് തന്നെ പോകേണ്ടി വരും. അഗെയിൻ അതാണ് ഈ വേരിയന്റിന് വേറൊരു പ്രശ്നം. ഇന്റീരിയറിൽ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ നോട്ടീസ് ചെയ്യില്ല. എക്സ്റ്റീരിയറിൽ നമുക്ക് ഇതിനകത്ത് ബേസ് മോഡലൊക്കെ വരുന്ന പോലത്തെ ഹാലജൻ ലൈറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടാൽ LED പോലെ തോന്നും, പക്ഷേ ശരിക്കും LED അല്ല. ആൻഡ് ഈ ഒരു നടുവിലത്തെ സാധനം കത്തുകയല്ല. കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബേസ് മോഡലും പോലെ അവർ ഡിസൈൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ ലൈറ്റ് കത്തില്ല. ഇത് കത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കംപ്ലിഷ് വേരിയന്റിലോട്ട് പോകണം. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. നമുക്ക് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ വേരിയന്റ് മുതലാണ് നമുക്ക് ബാക്കിൽ റിയർ വൈപ്പറും വാഷറും കിട്ടുന്നത്. ഇതിൻ്റെ താഴത്തെ വേരിയന്റിൽ നിങ്ങൾക്ക് ഡിഫോഗർ കിട്ടും പ്യുവർ പ്ലസിലൊക്കെ. പക്ഷേ ബാക്കി വേരിയൻസിലൊന്നും, അതായത് അതിൻ്റെ താഴത്തെ വേരിയന്റിൽ നമുക്ക് വൈപ്പർ സാധനങ്ങളൊന്നും വരുന്നില്ല. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇന്റീരിയറിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീൽ എടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ട്വിൻ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് പ്യുവർ വേരിയന്റും പ്യുവർ പ്ലസിലൊക്കെ ഉണ്ട്. ക്രൂസ് കൺട്രോളും പ്യുവർ പ്ലസ് 2 വേരിയൻസിലും അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വ്യത്യാസം വരുന്ന നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ ഡിസ്പ്ലേയും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിൻ്റെ ഡിസ്പ്ലേയും ഈ നടുവിലത്തെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ വരും. ആൻഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും 8 ഇഞ്ചസിൻ്റെ യൂണിറ്റ് ആണ്. ടോപ്പ് എൻഡിൽ അവർ 10.25 ഇഞ്ചസിൻ്റെ യൂണിറ്റ് ആണ് കൊടുക്കുന്നത്. സാധാരണ ടാറ്റ ഇപ്പം 7 ഇഞ്ചാണ് അവരുടെ ബേസ് മോഡലിൽ കൊടുക്കാറുള്ളത്. അത് മാറ്റിയിട്ടാണ് ഈ പുതിയ 8 ഇഞ്ച് യൂണിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൈൻഡ് ഓഫ് ആഫ്റ്റർ മാർക്കറ്റ് യൂണിറ്റ് പോലെ തോന്നി. പക്ഷേ എന്തായാലും ടാറ്റയുടേതായിട്ടുള്ള UI ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടാറ്റയുടെ ലോഗോ ഒന്നും വരില്ല. അതൊരിത്തിരി വിയേർഡാണ്. അതുകൊണ്ടാണ് ആഫ്റ്റർ മാർക്കറ്റ് പോലെ തോന്നിയെന്ന് പറഞ്ഞത്. എനിവേ ഇൻസ്റ്റോൺ ക്ലസ്റ്ററൊക്കെ നമുക്ക് ബേസ് മോഡൽ കിട്ടുന്ന പോലെ തന്നെയാണ്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. 4 ഇഞ്ചസിൻ്റെ ഒരു ചെറിയ TFT ഡിസ്പ്ലേ ആണ് നടുവിൽ വരുന്നത്. അത്ര കളർ TFT അല്ല. നമുക്ക് ടോപ്പിൽ 7 ഇഞ്ചസിൻ്റെ കളർ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏതായാലും നടുവിലേക്ക് വരികയാണെങ്കിൽ ഈ വേരിയന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ AC കൺട്രോൾസ് ആണ്. നമുക്ക് ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഓർ ഇതിൻ്റെ മുകളിലത്തെ 2 വേരിയന്റ് എടുക്കുകയാണെങ്കിലും ഓട്ടോ AC 2 ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഇതുപോലത്തെ കൺട്രോൾസ്, ഫിസിക്കൽ കൺട്രോൾസ് കിട്ടുന്നില്ല. ഈ വേരിയന്റിൽ നമുക്ക് ഓട്ടോ ACൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓട്ടോ മോഡിൽ ഇടാൻ പറ്റും. പക്ഷേ ടച്ച് ബേസ്ഡ് കൺട്രോൾസ് അല്ല വരുന്നത്, ഫിസിക്കൽ ബട്ടൺസ് ആണ് വരുന്നത്. പണ്ടത്തെ പഞ്ചിലുണ്ടായിരുന്ന അതേ ഓട്ടോ ACയുടെ കൺട്രോൾ പാനലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പഞ്ചിൻ്റെ ബാക്കി വേരിയൻസ്, അതായത് ബേസിക് വേരിയൻസിലെല്ലാം അവർ നമ്മുടെ AC മാനുവൽ ആണെങ്കിലും അതിൻ്റെ അകത്ത് കൺട്രോൾസ് കൊടുത്തിരുന്ന ഏകദേശം ഇതുപോലെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്യുവർ പ്ലസ് സ്മാർട്ട് ഈ 3 വേരിയൻസിലും നമ്മുടെ പഴയ കാലത്ത് വരുന്ന പോലത്തെ തിരിക്കുന്ന റോട്ടറി 3 നോബാണ് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ഡൗൺ ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് മെറ്റീരിയൽസ്, അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് അകത്ത് കയറുമ്പോൾ ഒരു പ്രീമിയംനെസ് അങ്ങോട്ട് പോകും. ഇതിൻ്റെ അകത്ത് എന്തായാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്.
പിന്നെ ഈ വേരിയൻറ്റ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. ഇതിന് താഴത്തെ വേരിയൻസിൽ അത് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് സെൻട്രൽ ലോക്കിംഗ് ഒരു പ്രാവശ്യം ബേസ് മോഡൽ പോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റിക്വസ്റ്റ് സെൻസർ, പിന്നെ കീ ഒക്കെ പഴയതാണ്. അതായത് നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന പോലത്തെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള കീ അല്ല, പഴയ കീ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ആംറസ്റ്റ് നമുക്ക് ഇതിനകത്ത് പ്യുവർ വേരിയൻറ്റ് പോലെ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അത് അഡ്ജസ്റ്റ്, അതായത് സ്ലൈഡ് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, നമ്മുടെ ഇക്കോയും സിറ്റിയും, അതുപോലെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. സീറ്റ്സിൻ്റെ ഫിനിഷ് നിങ്ങൾക്ക് കാണാം. ബേസിക് വേരിയൻസിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ പോലത്തെ ഫിനിഷാണ്. ഇതിനകത്ത് നമുക്ക് കൈൻഡ് ഓഫ് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം. പിന്നെ നമുക്കിതിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVMs അവൈലബിൾ ആണ്. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് നമുക്ക് പ്യുവർ പ്ലസ് പോലെ അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട്. ആൻഡ് 6 എയർ ബാഗ്സ് നമുക്ക് ബേസ് മോഡൽ പോലെ കിട്ടുന്ന ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ഒരു ബേസ് മോഡൽ പോലെ ESP, അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ നമ്മുടെ ITPMS, അതായത് ഇൻഡയറക്റ്റ് TPMS ഓർ ജസ്റ്റ് നമുക്ക് ടയർ പ്രഷർ കുറയുകയാണെങ്കിൽ വാർണിംഗ് കാണിക്കും. ഡയറക്റ്റായിട്ട് എത്ര PSI ഉണ്ടെന്ന് കാണിക്കില്ല, പക്ഷെ എന്തായാലും TPMS ഉണ്ട്. പിന്നെ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാനുവൽ ഡൈനാറ്റ് IRVM, ക്യാബിൻ ലാമ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. അഗെയിൻ S എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സിംഗിൾ പിൻ സൺറൂഫ് വരും. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കിട്ടുന്നില്ല, ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കിട്ടുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൻ്റെ എടുക്കണം, അതൊരു ഇത്തിരി മോശമായി പോയി. പിന്നെ റിയർ ആം റെസ്റ്റ് ഇതിനകത്ത് വരുന്നില്ല, പക്ഷേ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് 3 പേർക്കും വരുന്നുണ്ട് പാസഞ്ചേഴ്സിന്. റിയർ AC വെൻസ് നമുക്ക് ഇതിനകത്ത് സെക്കൻഡ് ബേസ് മോഡൽ പോലെ അവർ കൊടുക്കുന്ന ഒരു ഫീച്ചറാണ്. സോ ആ കാര്യത്തിലും വേറെ പ്രശ്നമൊന്നും പറയാനില്ല. ബാക്കിലത്തെ ഗ്രാബ് റെയിൽസ് ആക്ച്വലി നമുക്ക് കിട്ടിത്തുടങ്ങുന്ന സെക്കൻഡ് ബേസ് മോഡൽ പോലെയാണ്. അതുപോലെ വേറൊരു കാര്യമുള്ളത്, ഇതിനകത്ത് സ്പെയർ വീൽ നമുക്ക് ബേസിക് വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. അതായത് പ്യുവറിലും സ്മാർട്ടിലും, പ്യുവർ പ്ലസ് അഡ്വഞ്ചർ തുടങ്ങിയ വേരിയൻസിലാണ് നമുക്ക് സ്പെയർ വീൽ തന്നെ വരുന്നത്. ബാക്കി എല്ലാത്തിനകത്ത് പഞ്ചർ റിപ്പയർ കിറ്റാണ് അവർ കൊടുക്കുന്നത്. ആൻഡ് ഇത്രയൊക്കെ ഫീച്ചേഴ്സ് വെച്ച് പറയാനാണെങ്കിൽ എനിക്കിത് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. ഇതിൻ്റെ താഴത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്തത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ഓട്ടോ AC ഇല്ല, പിന്നെ വീൽസ് അതിൻ്റെ അകത്ത് നമുക്ക് ഹൈപ്പർ സ്റ്റൈൽ അല്ലാന്നേ ഉള്ളൂ. പക്ഷേ ഒരു ബ്ലാക്ക് കളർ വീൽ ക്യാപ്പ് അവർ ഒട്ടിച്ചു തരും. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ വേരിയൻറ്റ് നമ്മൾ ജസ്റ്റ് എക്സ്ട്രാ കൊടുക്കേണ്ടത് 50,000 മാത്രമേ ഉള്ളൂ എക്സ് ഷോറൂമിൽ. ആൻഡ് ബൈ ദ വേ 360° ക്യാമറ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ കിട്ടുന്നില്ല. സോ ഇത്രയൊക്കെ അപ്ഗ്രേഡ്സ് നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴേക്കും കിട്ടും. 50,000 രൂപ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 5.59 lakhs ഇതിൻ്റെ ബേസ് മോഡൽ വരുന്നത്. നമ്മുടെ ഈ അഡ്വഞ്ചർ മോഡൽ വരുന്നത് 7.59 lakhs ആണ്. കറക്റ്റ് 2 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ 2 ലക്ഷം രൂപയുടെ പ്രൈസ് ക്യാപ്പ് ഇത്രയും ഫീച്ചേഴ്സിന് വേണ്ടി ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ടാറ്റയുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. നിങ്ങൾ കണ്ടാലും മനസ്സിലാവും. സ്മാർട്ട് ടു പ്യുവർ പോകുമ്പോഴേക്കും 90,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഓൺ റോഡ് വരുമ്പോഴേക്കും 1 ലക്ഷത്തിന് മുകളിൽ ഡിഫറൻസ് വരും. അത്രയും ഡിഫറൻസ് ആൾക്കാർ നോക്കുന്ന സമയത്ത് അതിൻ്റെ അത് പ്യുവർ ടു സ്മാർട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സേ ഉള്ളൂ. ഇൻഫോടൈം സിസ്റ്റം നമുക്ക് ബേസ് വേരിയൻറ്റിലും ഇല്ല, പ്യുവറിലും ഇല്ല. അപ്പോൾ 4 സ്പീക്കറും സ്റ്റിയറിംഗ് മോഡ് കൺട്രോളും, പിന്നെ ക്രൂസ് കൺട്രോൾ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, 4 പവർ വിൻഡോ, ഇത്തരം സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ബാക്കിയെല്ലാം പ്യുവർ പ്ലസിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ അകത്താണ് കിട്ടുന്നത്. പ്യുവർ പ്ലസും പ്യുവറും തമ്മിൽ 50,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ പ്യുവർ പ്ലസും അഡ്വഞ്ചറും തമ്മിൽ 60,000 രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പ്യുവർ ടു അഡ്വഞ്ചറിലേക്ക് ആൾക്കാരെ ടാറ്റ നൈസായിട്ടങ്ങ് പുഷ് ചെയ്യും. കാരണം ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് അഡീഷണൽ കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക്, അതുപോലെ ടർബോ പെട്രോൾ, മാനുവൽ, എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് ചാർട്ടിലില്ല. പക്ഷേ 8.15 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് നമ്മുടെ നോർമൽ മാനുവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം 55,000 രൂപ എക്സ്ഷോറൂമിൽ കൂടുതൽ. ആൻഡ് അത്രയും കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് ഏകദേശം 60,000-65,000 രൂപയുടെ വ്യത്യാസം വരും. 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ. പിന്നെ മാനുവൽ ആണെങ്കിലും 5 സ്പീഡ് മാനുവൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ CNGയുടെ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. 8.59 lakhs മാനുവൽ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് മാക്സിമം 9.15 lakhs വരെയാണ് CNGയുടെ പ്രൈസ് പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാം കൂടെ തികഞ്ഞ ഒരു അത്യാവശ്യം നല്ല മോഡലായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അഡ്വഞ്ചർ. ഇനി ടർബോ പെട്രോൾ, നമ്മുടെ നെക്സോണിലുള്ള സെയിം ട്യൂണിങ്ങുള്ള 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുള്ള നമ്മുടെ 120 PS, അതുപോലെ 170 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന മാനുവലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് 1.2 ടർബോ പെട്രോൾ ആണ്. ആൻഡ് 8.29 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ അത് അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് പവർ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ആകപ്പാട് കിട്ടുന്ന 2 വേരിയൻസിലുള്ളൂ. ഒന്ന് അഡ്വഞ്ചറും പിന്നെ അടുത്ത അക്കംപ്ലിഷ്ഡ് പ്ലസ് S, അതായത് ഏറ്റവും ടോപ്പിൻ്റെ. വേറൊരു വേരിയൻസിലും ടർബോ പെട്രോളിൻ്റെ ഓപ്ഷൻ ഇല്ല. ഇത്രയൊക്കെ കണ്ടറിഞ്ഞതിൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഏത് വേരിയൻ്റ് ആയിരിക്കും എടുക്കാൻ പോകുന്നത് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ പ്രൊഡക്ട്സ് ഞങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. പഞ്ചിൻ്റെ വേറെ ഏതെങ്കിലും വേരിയൻസിൻ്റെ വീഡിയോ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇതുപോലത്തെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം ലഭിക്കണമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.